നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കായി വിസ സംവിധാനത്തിൽ പുതിയ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ്. 53 രാജ്യക്കാർക്ക് കുടുംബ വിസയും സന്ദർശക വിസയും അനുവദിച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവും മാൻ പവർ അതോറിറ്റിയും അറിയിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുള്ള എല്ലാ വിദേശികൾക്കും വിസ അനുവദിക്കുന്നതിനാണ് പുതിയ തീരുമാനം. കുവൈറ്റിൽ അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദേശികൾക്കും വാണിജ്യ സന്ദർശന വിസയും കുടുംബ വിസയും സന്ദർശക വിസയും അനുവദിച്ചു തുടങ്ങിയതായി അധികൃതർ വ്യക്തമാക്കി. അതേസമയം വിസ അനുവദിക്കുന്നതിന് ശമ്പള പരിധി ഉൾപ്പെടെ മറ്റു നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് കുടുംബ വിസ അനുവദിക്കുന്നത്. നിലവിലുള്ള നിബന്ധനകൾക്ക് പുറമെ അപേക്ഷകരുടെ വർക്ക് പെർമിറ്റിൽ ചുരുങ്ങിയത് 500 ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. 16 വയസ്സിന് മുകളിലുള്ള മക്കൾക്ക് കുടുംബ വിസ അനുവദിക്കുന്നതല്ല. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാ അപേക്ഷകരും 2 ഡോസ് കുവൈറ്റ് അംഗീകൃത വാക്സിൻ എടുത്തിരിക്കണമെന്നും നിർബന്ധമുണ്ട്. QR കോഡുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടി വരും. 53 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺ അറൈവൽ വാണിജ്യ സന്ദർശന വിസകൾ ലഭ്യമാകുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രവേശന വിസ അനുവദിച്ചു തുടങ്ങിയത്. പ്രവാസി കുടുംബങ്ങൾക്കുള്ള സന്ദർശന വിസയും ആശ്രിത വിസയുമാണ് നവംബർ 1 മുതൽ അനുവദിച്ചു തുടങ്ങുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സന്ദർശക വിസയും 53 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺ അറൈവൽ വിസയും അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. സ്പെഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ ഹോട്ടലുകൾക്ക് ഇലക്ട്രോണിക് വിസകളും GCC രാജ്യങ്ങളിൽ താമസാനുമതിയുള്ള പ്രൊഫഷണലുകൾക്ക് ഓൺ അറൈവൽ വിസയും നൽകുന്നതാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിസ വിതരണം 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ പ്രത്യേക അനുമതിയോടെ സെപ്റ്റംബർ മുതൽ വിസ നൽകി വരുന്നുണ്ട്. യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ദീർഘനാളായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന വിദേശ തൊഴിലാളികൾക്ക് ഈ വിസ വിതരണം പുനരാരംഭിച്ചത് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.